തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓർക്കാപ്പുറത്ത് കിട്ടിയ വിജയമുണ്ടല്ലോ, യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം വളരെ വർദ്ധിച്ചിരിപ്പിക്കുകയാണ്. അതായത് 5.35% വോട്ടാണ് എൽ ഡി എഫിനേക്കാൾ യു ഡി എഫിന് കിട്ടിയത്. പക്ഷേ അത് അവരുടെ ആത്മവിശ്വാസം ഏതാണ്ട് 50%-ലേറെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴേ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഇനിയാണ് നമ്മൾ കേരളം കലഹം കാണാൻ പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും വലിയ കീറാമുട്ടി യു ഡി എഫിൻ്റേത് അതാണ്. സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് അതിപ്പോൾ പ്രസിഡന്റ് സ്ഥാനം, സംഘടനാ സ്ഥാനങ്ങളിലേക്കായാലും ശരി, അതുപോലെ അസംബ്ലി മണ്ഡലങ്ങളിലേക്കായാലും ശരി, വലിയ കീറാമുട്ടിയാണ്. കാരണം എന്താ, ഭൈമി കാമുകന്മാർ പലരും ഉണ്ടാവും. അപ്പോൾ തർക്കം വരുമ്പോൾ പത്രക്കാരി എന്ന് ചോദിക്കും കോൺഗ്രസ് നേതാക്കളോട്, എന്താ ഇങ്ങനെ തർക്കം നീണ്ടുപോകുന്നത്? അതാണ്, ഞങ്ങളുടെ പാർട്ടിയിലുള്ള എല്ലാവരും യോഗ്യരായ ആൾക്കാരാണ്, യോഗ്യരായ ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്നവർ പറയും. അതിൻ്റെ അർത്ഥം പാർലമെൻ്ററി വ്യാമോഹം അങ്ങോട്ട് കടന്നാക്രമിച്ചിട്ടുള്ള പലരും പാർട്ടിയിലുണ്ട്. അതുതന്നെയാണ് പ്രശ്നം. പാർലമെൻ്ററി വ്യാമോഹം കൊണ്ടാണ് പലരും കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് തന്നെ. ഒന്നിൽ MLA ആവണം, മന്ത്രിയാവണം, അല്ലെങ്കിൽ KPCCയുടെ ഭാരവാഹിയായിട്ടിരിക്കണം, AICCയുടെ ഭാരവാഹിക്കിരിക്കണം. അല്ലാതെ ഒന്നുമില്ലാതെ എങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട കാര്യം എന്താ എന്നുള്ള ഒരു ചിന്താബന്ധുരമായിട്ടുള്ള ഒരു രീതിയാണ് കോൺഗ്രസ്സിൽ പൊതുവേ കണ്ടുവരുന്നത്. അതിനുവേണ്ടിയാണ് കോൺഗ്രസ്, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് CPM ചേർന്നാൽ പോരായിരുന്നു എന്നവർ ചിന്തിക്കും. അപ്പോൾ അതാണ് വലിയൊരു കടമ്പയായിട്ട് വരാൻ പോകുന്നത്. ഇതിപ്പോൾ നല്ല കാര്യം തന്നെ. അപ്പോൾ മണ്ഡലങ്ങളെ അവർ 3ആയിട്ട് തിരിക്കാൻ പോവുക. ഒന്ന്, അവർ ജയിച്ച മണ്ഡലങ്ങൾ, അവിടെ ഒരു ചെറിയ ശ്രദ്ധ മതി. അവർ നേരിയ വ്യത്യാസത്തിൽ മാത്രം പരാജയപ്പെട്ട മണ്ഡലങ്ങൾ, അവിടെ ശ്രദ്ധ വേണം. മൂന്നാമത്, ഇനിയും വലിയ ശ്രദ്ധയോടുകൂടി CPMൽ നിന്ന് തിരിച്ചു പിടിക്കേണ്ട മണ്ഡലങ്ങൾ, അവിടെ ശക്തമായിട്ടുള്ള നേതാക്കളും ശക്തമായിട്ടുള്ള കൊമ്പ് ചായ്ക്കലെന്ന് പറയും രാഷ്ട്രീയത്തിൽ, ഇത് കൊമ്പ് ചായ്ച്ചെടുക്കണം തങ്ങൾക്ക് അനുകൂലമായിട്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ വേണം. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോഴേ മുന്നോട്ട് പോകാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുക. വളരെ നല്ല കാര്യം. ഇതിൻ്റെ 1-ാം ഘട്ടമെന്ന് പറയുന്ന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ കുഴപ്പമില്ല. അതിൻ്റെ 2-ാം ഘട്ടമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം എന്നുള്ള ഘട്ടം വരുമ്പോഴാണ് ആകെ അടപടലം അവിടെ കിടന്ന് അടിപിടിയാവുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ അവർ പ്രവർത്തനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ അവരുടെ അഭിപ്രായ വ്യത്യാസം പുറത്തു വരിക എന്നും കൂടിയാവും. അടികലച്ചിൽ അതിലൊരു നാണവുമില്ല. നമ്മൾ കണ്ടതാണ്. അത് കോൺഗ്രസിൻ്റെ മാത്രം കാര്യത്തിൽ അല്ല. ഒരു മുന്നണിയായിട്ട് അവർ ബീഹാർ മത്സരിച്ചപ്പോൾ സീറ്റ് കിട്ടാത്തവരെല്ലാം കൂടെ വിമാനത്താവളത്തിൽ വെച്ച് സീറ്റ് നിർണ്ണയിക്കാൻ പോയ ആൾക്കാരായിട്ട് പൂച്ചി. അവർ വിമാനത്താവളത്തിൽ വിമാനം റൺവേയിൽ കൂടെ പോകുന്ന സ്പീഡിലേക്കാളും വലിയ സ്പീഡിലാണ് കൂടി, അല്ലെങ്കിൽ ജീവൻ കാണുകയല്ല, തട്ടിയേനെ. അതുപോലെ എന്താ പറഞ്ഞായിരുന്നു, മാനേജ്മെൻറ്റ് സീറ്റ് കോഴ വാങ്ങിച്ച് നിങ്ങൾ സീറ്റ് കൊടുത്തു, നിയമസഭാ സീറ്റ് കൊടുത്തു എന്നും പറഞ്ഞായിരുന്നു. അടി കിട്ടിയവർക്കൊക്കെ നല്ല കണക്കിന് കിട്ടി. 1-ാം തരം അടി. ഗുണ്ടായുസത്തിൻ്റെ പേര് കേട്ട ഒരു സംസ്ഥാനം കൂടിയാണത്. ഇപ്പോൾ കുറഞ്ഞേ ഉള്ളൂ. പണ്ട് ഗുണ്ടായുസത്തിൻ്റെ കേന്ദ്രമായിരുന്നു. അപ്പോൾ കൊട്ടേഷൻ സംഘങ്ങളെ നിർത്തി അടി കൊടുത്ത ഒരു പാരമ്പര്യം ബീഹാറിലുണ്ട്. ഇവിടെ അങ്ങനൊന്നുമില്ലേ. ഇവിടെയും പക്ഷേ അടികലച്ചിലൊക്കെ നടക്കാറുണ്ട്. ഫോട്ടോഷൂട്ടിന് വേണ്ടി കിടന്ന് അടികടലച്ച് നടത്തി കണ്ടിട്ടില്ലേ? അതുമാതിരിയുള്ള അടികടലച്ചിലൊക്കെ ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ സ്റ്റണ്ട്, ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് തീരുമാനം, ഓക്കെ, നല്ല കാര്യം. 2-ാമത്തേതിലാണ് നമ്മൾ സ്റ്റണ്ടും ഒക്കെ കാണാൻ പോകുന്നത്. അതൊക്കെ കാണാം. അതൊക്കെ പരിഹരിച്ച് കഴിഞ്ഞ് പോരാട്ടക്കളത്തിലേക്ക്, നിലപാട് തറയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ കുറേ താമസിക്കും. അതിനു മുമ്പേ CPM അവരുടെ എണ്ണയിട്ട മെഷീനറി പോലെ പ്രവർത്തിക്കുന്ന പാർട്ടി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കുറേയൊക്കെ സ്ഥാനാർത്ഥികളെയൊക്കെ അങ്ങ് തീരുമാനിച്ചും കഴിയും. അവിടെയാണ് ഈ കോൺഗ്രസ്സിന് വലിയൊരു പരാജയം പറ്റുന്നത്. ഈ ഒരു പരാജയം പറ്റാതിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു, അതിനൊരു ശരിയായിട്ടുള്ള സിസ്റ്റം ഉണ്ടായിരിക്കുക. ആ സിസ്റ്റത്തിൽ കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരും പ്രതിഷേധിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഒരു രീതിയിൽ പോയാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആ അച്ചടക്കം ലംഘിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതായിട്ട് വരും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ എന്ത് സംഭവിക്കും? പുറത്താക്കിയവൻ വിമതനായിട്ട് മത്സരിക്കും. അങ്ങനെ വിമതനായിട്ട് മത്സരിച്ച് ജയിച്ചവരും ഉണ്ട്. അത് പക്ഷേ കോൺഗ്രസ്സിനെ എൻ്റെ അനുഭവത്തിൽ ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യമേ അല്ല. കാരണം പാർട്ടിയുടെ വലിയ താല്പര്യത്തിന് വേണ്ടി ചെറിയ താല്പര്യം ബലീകരിക്കുക. ഇങ്ങനെ എത്ര പേര് ജയിച്ചിട്ടുണ്ട് വിമതന്മാരായിട്ട്? എല്ലാവരും ഒന്നും ജയിക്കാറില്ല, 1-ഓ 2-ഓ. അപ്പോൾ വേറൊരു പ്രധാന പ്രശ്നമുണ്ട്. വിമതൻ ജയിച്ചില്ലെങ്കിലും
വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. വിമതൻ ജയിച്ചില്ലെങ്കിലും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റും. അതിൽ നമുക്കൊരു ഉത്തരവും പറയാനില്ല. കാരണം അതങ്ങനെ നല്ല ഒരു നേതൃത്വത്തിൻ്റെ ചർച്ചകളിലൂടെ പിൻവലിപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള എതിർപ്പുകളെ. അത് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആൾക്കാർ വേണം. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കളത്തിൽ നിന്ന് മാറുന്നു പറഞ്ഞാൽ കേൾക്കും. അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു പണ്ട് കോൺഗ്രസ്സിൽ. പക്ഷേ അത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിവുള്ള പ്രാപ്തരായ നേതാക്കൾ ഇന്നില്ല. പണ്ട് കെ കരുണാകരൻ ഉണ്ടായിരുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിനപ്പുറം അങ്ങോട്ട് ആരും അധികം പോകാറില്ല. അല്ലെങ്കിൽ പാർട്ടി നേരെ പിളർത്തിക്കൊണ്ടേ പോയിട്ടുള്ളൂ. അങ്ങനെ പിളർത്തിക്കൊണ്ട് പോയിട്ടുള്ള ഒരാളാണ് എ കെ ആൻ്റണി പറഞ്ഞാലും ആൾക്കാർ കേൾക്കുമായിരുന്നു. ഒന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്ന് ഉപദേശിച്ചാൽ മാറി നിൽക്കുക പറഞ്ഞാൽ മാറും. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ എങ്കിലും സജീവമായിട്ട് അദ്ദേഹം രംഗത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയും തന്നെയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ സ്വാധീനം ചെലുത്തി മാറ്റാൻ ശ്രമിക്കുന്ന ഒരാളുമല്ല എ കെ ആൻ്റണി. കെ കരുണാകരൻ അങ്ങനല്ല, ലീഡർ തന്നെയാണ്. അദ്ദേഹം മാറാൻ പറയുക തന്നെ ചെയ്യും എന്തു വന്നാൽ, അല്ലെങ്കിൽ മാറ്റും. അതാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള ആരും ഇല്ല എന്നുള്ളതാണ്. VD സതീശൻ നമ്മൾ കണ്ടു. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം എടുത്തു. പക്ഷേ പാർട്ടിയിലെ സൈബർ പോരാളികൾ മുഴുവൻ അദ്ദേഹത്തിനെതിരെ വന്നില്ലേ? VD സതീശനെതിരെ വരുന്നത് നമ്മൾ കണ്ടതല്ലേ? വൻ സ്ഫോടനമായിട്ടത് വന്നില്ലേ? ഇപ്പോഴും അതിൻ്റെ സ്ഫോടനമില്ലേ? അദ്ദേഹത്തെ വകവയ്ക്കാതെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ നിയമസഭയിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചില്ലേ വണ്ടിയിൽ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ എതിർപ്പുകൾ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. പാലക്കാട്ട് അവിടുത്തെ സംഘടനാ ചുമതലയുള്ള ആളല്ലേ മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോയത്. ഇപ്പോഴും ധാരാളം കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികളായിട്ടില്ലേ? ഇനിയിപ്പോൾ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തേതാണ് അതങ്ങ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതൊരു നല്ല ലക്ഷണമാണ്. ആ രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായാലും UDF ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ UDF ഇത്രയും ദുർബലമായിട്ടും അടിപിടി കലശലായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ വൻ വിജയം, ഒരു സംശയവുമുണ്ട, വൻ വിജയം നേടി. ഭരണവിരുദ്ധ വികാരം BJPയിലേക്കും UDFിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും കൂടുതലും അത് കിട്ടിയത് UDFന് തന്നെയാണ്. അതുപോലെ തന്നെയായിരുന്നു ശബരിമല. ആ പിണറായി വിരുദ്ധമായിട്ടുള്ള ആ വോട്ടുകൾ അടികൊണ്ടത് മുഴുവൻ BJPക്കാരാണെങ്കിലും അന്ന് വോട്ടുകൾ മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് 20-ൽ 19 പാർലമെൻ്ററി സീറ്റും പിടിക്കാൻ യോഗമുണ്ടായത് കോൺഗ്രസ്സിന് തന്നെയായി. കോൺഗ്രസ്സിനല്ല, UDF എന്ന ആ കൂട്ടുകെട്ടിന് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ അച്ചടക്കത്തോടുകൂടി അത്യുക്തികളില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടുകക്ഷി അവർക്കുണ്ട്. അത് മുസ്ലിം ലീഗ് തന്നെയാണ്. അത് കോട്ട പോലെ, പൊന്നാപുരം കോട്ട പോലെ അവർ ഉറച്ചവിടെ തന്നെ നിൽക്കും. അതിൻ്റെ ഒരു ശക്തി കിട്ടും. പക്ഷേ സമസ്തയുടെ സപ്പോർട്ട്, നമ്മളിപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ കാണുമ്പോൾ സമസ്ത സപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയെയാണ്. അപ്പോൾ അവിടെ ഒരു ഡൈക്കോട്ടമി വരുന്നുണ്ട്. പക്ഷേ ആ ഡൈക്കോട്ടമി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലുതായിട്ടൊന്നും UDFനെ ബാധിച്ചില്ല. അത് തീർച്ചയായിട്ടും അതൊരു പ്ലസ് പോയിൻ്റാണ്. അതൊരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ്, USP കൂടിയാണ്. അത് തീർച്ചയായിട്ടും UDFന് വലിയൊരു നേട്ടം ചെയ്യും. പിന്നെ ഭരണവിരുദ്ധ വികാരം അത്രമേൽ കടുത്തതായതിനാൽ പണ്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ ജനതാ പാർട്ടിയെ ജയിപ്പിച്ച പോലെ ഒരു തവണ നിങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മര്യാദയ്ക്ക് ഭരണം നടത്തിയില്ലെങ്കിൽ ജനതാ പാർട്ടിയെ താഴെ ഇറക്കിയതുപോലെ നിങ്ങളെ താഴെ ഇറക്കാനും ജനങ്ങൾക്കറിയാം എന്നുള്ള ഒരു പാഠം ഉൾക്കൊള്ളണം. അതുകൊണ്ട് അഹങ്കാരമെന്ന് പറയുന്നതും ധാർഷ്ട്യമെന്ന് പറയുന്നതും നിങ്ങൾ ഒഴിവാക്കണം. അഹങ്കാരവും ധാർഷ്ട്യം തന്നെയാണ് പിണറായിയോടുള്ള, ഗവൺമെൻറ്റിനോടുള്ള അല്ല ഞാൻ പറയുന്നത്, ഒരു വിരുദ്ധ വികാരത്തിന് കേരളത്തിൽ കാരണമായിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ധാർഷ്ട്യം തന്നെയാണ് ഈ ഇടതു മുന്നണിക്ക് തന്നെ വിനയായിട്ട് വന്നതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.